നമുക്കൊരു പാക്കിംഗ് വ്ലോഗ് ആയാലോ? 2 വർഷത്തിന് ശേഷം നമ്മൾ നാളെ നാട്ടിൽ പോകുകയാണ്. അതിൻ്റെ ഒരു കുട്ടി പാക്കിംഗ് വ്ലോഗാണെന്ന്. ബൈ ദ ബൈ, ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കൊച്ചിക്കാരി. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇത് നിങ്ങൾ കേട്ടിട്ട് ഇപ്പോൾ കുറേ നാളായിട്ടുണ്ടാവും അല്ലേ? ഞാനൊരു ചെറിയ ബ്രേക്കിലായിരുന്നു, പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, കുറച്ച് കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഒക്കെ ഇടണമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് കാണാം. പണ്ടൊക്കെ എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ ഞാൻ കുറേ സാധനങ്ങൾ എടുത്ത് വെക്കും. എൻ്റെ ഡ്രസ്സ്, അതിന് മാച്ചായ ആക്സസറീസ്, അങ്ങനെ പല സാധനങ്ങളും. പിന്നെ നെയ്തനും ഡാനിയും മാരിയൊക്കെ ഉണ്ടായ ശേഷം ഞാൻ പിന്നെ അവരുടെ സാധനങ്ങളായി കുറേ വെക്കുന്നത്. കുറേ നാളുകളുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം ഞാൻ അങ്ങനെ ഇപ്പോൾ ഒരുപാട് സാധനങ്ങളൊന്നും പാക്ക് ചെയ്യാറില്ല. ഇടാനുള്ള 2-3 ഡ്രസ്സ്, അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ എപ്പോഴും എടുത്തു വെക്കും. അതായത് അവരുടെ മെഡിസിൻസ്, അല്ലെങ്കിൽ നമുക്ക് പോകുന്നിടത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത എന്തൊക്കെയുണ്ടോ അങ്ങനത്തെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ എടുത്തു വെക്കാറുണ്ട്. അതുപോലെ തന്നെ ഇത്തവണ നാട്ടിൽ പോകുമ്പോഴും ഞങ്ങൾ ഒരുപാട് സാധനങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. അതുമല്ല, നാട്ടിലിപ്പോൾ കിട്ടാത്തതായിട്ട് എന്തായാലും ഉള്ളത് എല്ലാം നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടും. രാവിലെ ഒരു 11:30 ഫ്ലൈറ്റാണ് കേട്ടോ. നമുക്ക് 11:30 ഫ്ലൈറ്റ്. ഇവിടെ നിന്ന് നേരെ ആംസ്റ്റർഡാം ടു ലണ്ടൻ, ലണ്ടൻ ടു ബാംഗ്ലൂർ, പിന്നെ ബാംഗ്ലൂർ ടു കൊച്ചി. അപ്പോൾ ഈ യാത്രയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ വരണ കാര്യം നമ്മൾ വീട്ടിൽ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ പാക്കിംഗ് ഒക്കെ ഇപ്പോൾ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇവർക്ക് ഉറക്കം വന്നു തുടങ്ങി. നോർമലി സ്കൂൾ ഡേയ്സിലാണെങ്കിൽ ഒരു 7:30 ആകുമ്പോഴത്തേക്കും ഇവരുടെ ഒരു ബെഡ് ടൈമാണ്. വീക്കെൻഡ്സോ അല്ലെങ്കിൽ ഹോളിഡേയ്സിലോ നമ്മൾ അങ്ങനെ നോക്കാറില്ല. അവർക്ക് എപ്പോൾ ഉറക്കം വരണോ അപ്പോൾ ഉറങ്ങും. ഇത് മതിയോ? ആയിരിക്കും എന്താ ടോയ് വേണ്ടേ? ലോങ് ജേർണികളിൽ ഞാൻ മറക്കാണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇവരോട് ഞാൻ എപ്പോഴും പറയും, ഇവർക്ക് ഇഷ്ടമുള്ള ഒരു ടോയോ അല്ലെങ്കിൽ ഒരു ബുക്കോ എന്തെങ്കിലും എടുത്തു വെക്കാൻ പറയും. അത് ഇവർ തന്നെ ചെയ്യും. ഒരുപാട് നേരം യാത്ര ചെയ്യുമ്പോൾ നമ്മളെപ്പോലെയല്ലല്ലോ, കുട്ടികൾ പെട്ടെന്ന് ബോറടിക്കും. അപ്പോൾ ഇവരെടുത്ത് വെച്ചിരുന്ന സാധനമാണെങ്കിൽ ഇവർക്ക് തന്നെ കളിക്കാനോ അല്ലെങ്കിൽ അത് വായിക്കാനോ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ഞാൻ എപ്പോഴും മറക്കാണ്ട് ചെയ്യണ ഒരു കാര്യമാണ്. ഓക്കെ എന്നാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. ഡാനു കിടക്ക് ഡാനു കടന്നേ, രണ്ടുപേരും കിടന്നേ. ഓക്കെ ബൈ. നാളെ രാവിലെ 8:30 ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് റെജിയും വിഷ്ണുവും വരും. അവരെ നമ്മൾ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യും. ഞാനും കിടക്കാൻ പോവാണ്. ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നാളെ ട്രാവൽ വീഡിയോയും പിന്നെ നാട്ടിൽ ചെന്നുള്ള സർപ്രൈസ് വീഡിയോ എല്ലാം ഞാൻ അടുത്ത ഇതിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. സോ ടിൽ വി മീറ്റ് അഗൈൻ, കൊച്ചിക്കാരി സൈനിങ് ഓഫ്. ബൈ ബൈ.